തമ്പനയിലിൽ കണ്ട പോലെ റംദാന് മുന്നുള്ള ഷോപ്പിംഗ്, അതിൽ നിന്നുള്ള സാധനങ്ങൾ ഓർഗനൈസിങ്, പിന്നെ ചില ടിപ്സൊക്കെ ഞാൻ യൂസ് ചെയ്യണത് ഒക്കെയാണ് ഈ വീഡിയോയിൽ കാണാൻ പോണത്. അപ്പോൾ ഈ വട്ടത്തെ ഷോപ്പിങ്ങിന് ഞാൻ ആവശ്യത്തിന് മാത്രമുള്ള പച്ചക്കറികളാണ് വാങ്ങിയത്. ആണെങ്കിൽ നമുക്ക് പച്ചക്കറി പിന്നെ വാങ്ങാമല്ലോ, പിന്നെ കുറേയൊക്കെ ഞാൻ എടുത്തും വെക്കാനും വിചാരിച്ചതാണ്. ഫസ്റ്റ് ഞാൻ ഈ ഉള്ളി, പൊട്ടറ്റോ, ജിഞ്ചർ ഗാർലിക്കൊക്കെ ഒതുക്കി അത് കഴിഞ്ഞതുണ്ടോ ഇത്രയൊക്കെ സാധനങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്തെടുക്കാനുണ്ട്. ഇതിൽ മസാല പൗഡറൊക്കെ ഞാൻ ഓൾറെഡി ഇവിടെ ആദ്യം ഉണ്ടായത് ഉണ്ട്, അതുകൊണ്ട് അതൊന്നും ഈ വട്ടം വാങ്ങിയിട്ടുണ്ടായില്ല. ഇല്ലാത്ത സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. ഈ സമയം കൊണ്ട് മെച്ചിൻ്റെ ജീരകമൊക്കെ കുപ്പിയിലാക്കൽ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും സഹായിക്കാമെന്ന്. അങ്ങനെ ഞാൻ വേഗം എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത്, അതായത് ഡയറി പ്രൊഡക്ട്സൊക്കെ മാറ്റി വെച്ച് പിന്നെ കുപ്പിയിലാക്കേണ്ടതൊക്കെ കുപ്പിയിലോട്ടൊക്കെ കുറേ ആക്കി കൊടുത്ത് അങ്ങനെ അമ്മച്ചിനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത്. അധിക സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ജീരകം, കടുക്, ഉലുവ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളേ ഉണ്ടായിട്ടുള്ളൂ വാങ്ങിയതിൽ. ബാക്കിയൊക്കെ ഇവിടെ ഉള്ളത് തന്നെ. അപ്പം അത് നാളെ അറ്റംപ്റ്റ് ചെയ്യണം. പിന്നെ ഇതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒതുക്കി കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിലോട്ടാണ് ബാക്കി നമ്മൾ പച്ചക്കറിയൊക്കെ കേട്ടിട്ടുണ്ടായി, ഡയറി പ്രോഡക്റ്റുകളൊക്കെ. ഫ്രിഡ്ജിൻ്റെ കോലം ഓൾറെഡി ഇങ്ങനെയാണുള്ളത്. ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ഈ സൈഡിൽ അധികം സാധനങ്ങൾ വെക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇത് കണ്ടില്ലേ, ഫ്രിഡ്ജ് തുറക്കാനും സാധനങ്ങൾ എടുക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ വേറെയാണ് ഞാൻ മാറ്റി വെക്കൽ. അങ്ങനെ ഞാൻ ഈ സാധനങ്ങളൊക്കെ റിമൂവ് ആക്കി പിന്നെ ഒന്ന് തുടച്ച് നനച്ചുള്ള സമയത്ത് എല്ലാം നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് തുടക്കേണ്ടേ വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത്, തക്കാളി, പച്ചമുളക് അതെല്ലാം പിന്നെ ബാക്കി ഉണ്ടായിരുന്നതും ഇവിടെ ഇപ്പം ഞാൻ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നാളെ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇതിൽ പിന്നെ ഞാൻ മീറ്റ്, ചിക്കൻ അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടില്ല. അതൊക്കെ വേറൊരു ദിവസം വേണം വാങ്ങാൻ. ഞാനിത് കണ്ടില്ല, കഴിഞ്ഞ വട്ടം ഈ മിൻറ്റും കൊറിയാൻഡർ ലീഫൊക്കെ എടുത്ത് നല്ലോണം ലോങ് ലാസ്റ്റായി വെക്കാൻ പറ്റണ പരീക്ഷിച്ച് നോക്കിയത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു ഈ ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുന്നത്. ഏകദേശം 1 വീക്കോ 1.5 വീക്കറ്റും നല്ല മുന്നേ ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നല്ല ഗ്രീൻ ആയിട്ടില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് കറി ലീവ്സും ഇതേപോലെ വെക്കാൻ ഞാൻ തീരുമാനിച്ച്. അങ്ങനെ ഈ വട്ടം ഞാൻ ഷോപ്പ് ചെയ്തപ്പോൾ കുറച്ച് എയർ ടൈറ്റ് കണ്ടെയ്നർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഇതേപോലെ അടിയിൽ ടിഷ്യൂ വെച്ച് ഏകദേശം ആ വെള്ളമൊന്ന് വലിയാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ 2 ലെയറായിട്ട് ടിഷ്യൂ വെച്ച് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഈ കറി ലീവ്സ് വെച്ച് അതിൻ്റെ മുകളിലും അതേപോലെ തന്നെ ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൻ്റെ ലിഡും കൊണ്ടത് മൂടി. ഇതാണ് നേരത്തെ പുതിനയിലായാലും കൊറിയാൻഡർ ലീഫിലായാലും ചെയ്തത്. അതേപോലെ തന്നെ ഇതും ഞാൻ എടുത്ത് വെച്ച്. ഇതൊരു ടിപ്പാണ് കേട്ടോ. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ നോക്കുമ്പോൾ അമ്മച്ചി അത്യാവശ്യം അരിപ്പൊടികൾ എല്ലാം, പഞ്ചസാര ഒക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ടായി. ഗരം മസാല അങ്ങനെ പൊടിച്ചെടുത്ത്. ഇത് ഇത്രയും നല്ല കേട്ടോ, അത് ചെറിയ ഇതിലുള്ള മാത്രം ഞാൻ കാണിച്ചു തരാണ്. അത് കഴിഞ്ഞ് രാത്രി ആയപ്പം ഞാൻ എന്ത് ചെയ്ത് വെളുത്തുള്ളി, ഇഞ്ചിയും തൊലി കളഞ്ഞ് വെച്ച് നാളത്തേക്ക് അത് പേസ്റ്റാക്കി എടുത്ത് വെക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ.